ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏജ് ഓഫ് ചോസറാണ് നോക്കുന്നത്. ഇംഗ്ലീഷ് ലിറ്റററി ഹിസ്റ്ററിയിലെ ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പീരിയഡായി പറയപ്പെടുന്നത് ഏജ് ഓഫ് ചോസറാണ്. സോഷ്യൽ, പൊളിറ്റിക്കൽ, റിലീജിയസ്, ലിറ്ററൽ അങ്ങനെ ഏത് മേഖല എടുത്ത് നോക്കിയാലും ഒരു മാറ്റത്തിൻ്റെ തുടക്കം ഈ ഒരു ഏജിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം ഈ ഒരു ഏജിൻ്റെ. ഒന്നാമത്തെ പോയിൻ്റാണ് ഏജ് ഓഫ് ട്രാൻസിഷൻ. ഇപ്പോൾ ഒരു പരിവർത്തനത്തിൻ്റെ കാലമായിരുന്നു, അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ കാലമായിരുന്നു. മിഡീവലിസം മാറി മോഡേണിസം ആരംഭിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ചേർച്ച് അല്ലെങ്കിൽ റിലീജിയൻ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ചേർച്ച് അതോറിറ്റി പറയുന്നതായിരുന്നു ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിന് മാറ്റം വന്നു. വൈക്ലിഫും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സുമായിരുന്നു ഈ ഒരു മാറ്റത്തിന് പിന്നിൽ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഭാഗമായിട്ട് മിഡിൽ ക്ലാസ്, വർക്കിംഗ് ക്ലാസ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങൾ ഉയർന്നു വന്നു. അതോടുകൂടി ഫ്യൂഡലിസം അവസാനിച്ചു. നെക്സ്റ്റ് പോയിൻ്റാണ് ഗ്രോത്ത് ഓഫ് നാഷണൽ സെൻറ്റിമെൻറ്റ്സ്. ഇപ്പോൾ ചോസറിൻ്റെ ഈ ഒരു കാലഘട്ടത്തിലാണ് 100 years വാർ നടക്കുന്നത്. മുൻപ് രാജാക്കന്മാരും അവരുടെ അനുയായികളും മാത്രമാണ് യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു കാലഘട്ടം 100 years വാറിൻ്റെ ഒരു സമയമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു വാറിൽ ഒരുപാട് ആളുകളെ യുദ്ധത്തിനായിട്ട് ആവശ്യം വന്നിരുന്നു. അതുകൊണ്ട് കോമൺ പീപ്പിൾ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി വാർ. ഇപ്പോൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി തങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും, അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യം ജയിക്കണം എന്നുള്ള ചിന്തകൾ സാധാരണ ജനങ്ങളിൽ ഉണ്ടാവാൻ തുടങ്ങി. നെക്സ്റ്റ് പോയിൻ്റ് ബ്ലാക്ക് ഡെത്ത്, ഫാമിൻ ആൻഡ് സോഷ്യൽ അൺറെസ്റ്റ്. ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസിൻ്റെയും സോഷ്യൽ അൺറസ്റ്റിൻ്റെയും കാലഘട്ടമായിരുന്നു ഇത്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ബ്ലാക്ക് ഡെത്ത്. 1348 മുതൽ 49 കാലഘട്ടങ്ങളിലുണ്ടായ പ്ലേഗ് ആയിരുന്നു ബ്ലാക്ക് ഡെത്ത്. അന്നത്തെ സാമൂഹ്യ സ്ഥിതിയെ ആകെ തകിടം മറിച്ചൊരു സംഭവമായിരുന്നു ഈ ബ്ലാക്ക് ഡെത്ത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു ബ്ലാക്ക് ഡെത്ത് മൂലം മരണപ്പെട്ടു. 1362, 1367, 1370 കാലഘട്ടങ്ങളിലും വീണ്ടും ഈ പ്ലേഗ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്ലേഗ് മൂലം പട്ടിണി സാധാരണമായി, തൊഴിലവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി, ഇക്കണോമിക്കലി വളരെ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ഗവൺമെൻറ് ടോൾ ടാക്സ് എന്ന പുതിയൊരു ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 100 years വാറിൻ്റെ സമയമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു യുദ്ധം നടത്തി കൊണ്ടുപോകണമെങ്കിൽ ഹ്യൂജ് ഫണ്ട് അത്യാവശ്യമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയായിരുന്നു ഈ ഒരു ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ജനങ്ങൾ ഇക്കണോമിക്കലി വളരെ ഡൗൺ ആയിരുന്നതുകൊണ്ട് അവർക്ക് ഈ ടോൾ ടാക്സ് ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ അങ്ങനെ ഈ ടോൾ ടാക്സിനെതിരെ വാറ്റ് ടൈലറിൻ്റെ നേതൃത്വത്തിൽ പെസൻറ്റ് റിവോൾട്ട് നടന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് കറപ്ഷൻ ഓഫ് ദി ചേർച്ച്. ഇപ്പോൾ കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. വെൽത്ത് ആൻഡ് ലക്ഷറി ആയിരുന്നു ചേർച്ച് ഫോക്കസ് ചെയ്തിരുന്നത്. എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും ചേർച്ച് അതോറിറ്റീസ് അനുഭവിച്ചിരുന്നു. അപ്പോൾ ചേർച്ചിൻ്റെ ഈ ഒരു രീതിക്കെതിരെ വൈക്ലിഫും അദ്ദേഹത്തിൻ്റെ അനുയായികളും പ്രതികരിച്ചിരുന്നു. അപ്പോൾ അതിനെയാണ് ലൊലാർഡ്സ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് 5th പോയിൻ്റ് ഏജ് ഓഫ് ന്യൂ ലേണിംഗ്. അപ്പോൾ ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനുള്ള താല്പര്യം വന്നു തുടങ്ങിയിരുന്നു. എല്ലാത്തിനും മുൻപ് ചേർച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആളുകൾ സ്വന്തമായി ചിന്തിച്ച് തെറ്റും ശരിയും മനസ്സിലാക്കാൻ തുടങ്ങി. ചേർച്ചിൻ്റെ സ്ലേവറിയിൽ നിന്നും തങ്ങളെ സ്വയം മോചിപ്പിക്കാനായിട്ട് ആളുകൾ ശ്രമിച്ചു തുടങ്ങിയിരുന്നു. നമുക്ക് ലിറ്റററി ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തെ സ്റ്റാൻഡേർഡൈസിങ് ഓഫ് ഇംഗ്ലീഷ്. ഇപ്പോൾ മിഡിൽ ഇംഗ്ലീഷിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ ഒരുപാട് ഡയലക്ട്സ് ഉണ്ടായിരുന്നു. അതിലെ ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റ് വളരെ പ്രോമിനൻ്റ് ആയി തുടങ്ങിയിരുന്നു. കാരണം യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സിറ്റി എന്നിവിടങ്ങളിലെല്ലാം തന്നെ യൂസ് ചെയ്തിരുന്നത് ഈ ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റ് ആയിരുന്നു. ഫ്രഞ്ചും ഇംഗ്ലീഷും കൂടിച്ചേർന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിനൊരു സ്റ്റാൻഡേർഡ് ഫോം നൽകി തുടങ്ങിയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. മറ്റൊരു പ്രത്യേകത, മുൻപ് ബിബ്ലിക്കൽ തീംസ് അല്ലെങ്കിൽ ഷിവാൽറി അങ്ങനത്തെ തീംസിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷേ ആളുകൾ ചേർച്ച് ആൻഡ് റിലീജിയനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ റിലീജിയനേക്കാൾ ഉപരി ആളുകൾ ജീവിതത്തെ കൂടുതൽ നോക്കിക്കാണാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചറിലും ആ ഒരു മാറ്റം കാണാനായി സാധിക്കും. റിലീജിയസ് തീംസ് പതുക്കെ മാറി ജീവിതമായി
അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷൻസായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാവാൻ തുടങ്ങി. നെക്സ്റ്റ് പോയിൻ്റാണ് ദ ഏജ് ഓഫ് അനോണിമിറ്റി വാസ് പാസിങ് എവേ. അപ്പോൾ അതുവരെ അധികവും അൺനോൺ ഓതേഴ്സിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ബട്ട് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭത്തോടു കൂടി അനോണിമിറ്റി മാറി തുടങ്ങിയിരുന്നു. നെക്സ്റ്റ് പ്രോസ്. മുൻപത്തെ പ്രോസ് എല്ലാം തന്നെ മിക്കവാറും ഇമിറ്റേറ്റീവ് ആയിരുന്നു. ട്രാൻസ്ലേഷൻസ് അല്ലെങ്കിൽ മുൻപെഴുതിയ എന്തെങ്കിലും കാര്യത്തെ ബേസ് ചെയ്ത് വീണ്ടും എഴുതുന്ന ഒരു രീതിയായിരുന്നു കണ്ടുവന്നിരുന്നത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം മാറി പ്യുവർ ആൻഡ് ഒറിജിനൽ വർക്ക്സ് വന്നു തുടങ്ങിയിരുന്നു. നെക്സ്റ്റ് സ്കോട്ടിഷ് ലിറ്ററേച്ചർ. ഈ ഒരു കാലഘട്ടത്തിലാണ് സ്കോട്ട്ലൻഡുകാരനായ ജോൺ ബാർബർ എന്ന വ്യക്തിയെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ലഭിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് മേജർ റൈറ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പോയറ്റ്സ് ആദ്യം നോക്കാം. അപ്പോൾ മേജർ പോയറ്റ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അറിയാം ജെഫറി ചോസർ. ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി, ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് നോവൽ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ജെഫറി ചോസർ. 1340 ജനിച്ചത്. 40 എന്നുള്ളതൊരു റൗണ്ട് ഫിഗറായി പറയുന്നതാണ്. കൃത്യമായി ഒരു ഡേറ്റ് പറയാൻ ബുദ്ധിമുട്ടാണ്. ചില ബുക്സിൽ 42, ചിലതിൽ 43 എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒക്ടോബർ 25, 1400 ഇദ്ദേഹം മരണപ്പെട്ടത്. വെസ്റ്റ് മിനിസ്റ്റർ ആബിയിലെ പോയറ്റ്സ് കോർണറിൽ ആദ്യമായി അടക്കം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. 3 രാജാക്കന്മാരുടെ ഭരണകാലഘട്ടങ്ങളിൽ ജീവിക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ്. എഡ്വേർഡ് 3യുടെ കാലഘട്ടത്തിലാണ് ചോസർ ജനിച്ചത്. പിന്നീട് റിച്ചാർഡ് 2ൻ്റെ കാലഘട്ടമായിരുന്നു. അതിനുശേഷം ഹെൻറി 4ൻ്റെ കാലഘട്ടത്തിലാണ് ചോസർ മരണപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ജോൺ ചോസർ വൈൻ മെർച്ചൻ്റ് ആയിരുന്നു. അമ്മ ആഗ്നസ് ഡി കോപ്റ്റൺ, ഭാര്യ ഫിലിപ്പ റോയറ്റ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പേട്രൺ എന്ന് പറയുന്നത് ജോൺ ഓഫ് ഗോണ്ട് ആയിരുന്നു. പിന്നെ പോയറ്റ് എന്ന നിലയിൽ മാത്രമല്ല സിവിൽ സർവൻറ്റ്, ബ്യൂറോക്രാറ്റ്, കോർട്ടിയർ, ഡിപ്ലോമാറ്റ്, മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നിങ്ങനെ പല മേഖലകളിലും കഴിവ് തെളിയിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹം. 10 വയസ്സുള്ള തൻ്റെ മകനായ ലൂയിസിന് വേണ്ടി സയൻറ്റിഫിക് വർക്കായ എ ട്രീറ്റൈസ് ഓൺ ദി ആസ്ട്രോലാബ് കമ്പോസ് ചെയ്തതോടുകൂടി ഫിലോസഫർ, ആസ്ട്രോണോമർ എന്നീ പേരുകളും അദ്ദേഹം നേടി. 100 ഇയേഴ്സ് വാറിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഇനി ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ 3 പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ ഫ്രഞ്ച് പീരിയഡ് 1359 മുതൽ 72 വരെ. ഈ ഒരു പീരിയഡിൽ ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രഞ്ച് മാസ്റ്റേഴ്സ്. ഗുലാം ദേ ലോറിസ്, ജീൻ ദേ മോങ് തുടങ്ങിയ ഫ്രഞ്ച് റൈറ്റേഴ്സ് ഈ ഒരു പീരിയഡിൽ ചോസറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ മെയിൻ തീം എന്ന് പറയുന്നത് ലൈഫ്, ലവ്, ഡെത്ത്, അതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമോഷൻസ് ഇതെല്ലാമായിരുന്നു. ഇപ്പം ഈ ഒരു പീരിയഡിലെ മേജർ വർക്കായി പറയപ്പെടുന്നത് ദ റൊമാൻഡ് ഓഫ് ദി റോസ് ആണ്. ഇറ്റ്സ് ആൻ ആലഗോറിക്കൽ പോയം. നെക്സ്റ്റ് വർക്കാണ് ദ ബുക്ക് ഓഫ് ഡച്ചസ്. അദ്ദേഹത്തിൻ്റെ പേട്രനായ ജോൺ ഓഫ് ഗോണ്ടിൻ്റെ ഭാര്യയുടെ വിയോഗത്തിൽ വിഷമിച്ചെഴുതിയൊരു വർക്കായിരുന്നു ഈ ദ ബുക്ക് ഓഫ് ഡച്ചസ്. നെക്സ്റ്റ് വണ്ണാണ് കംപ്ലെയിൻറ്റ് ടു പിറ്റി, എ ലവ് പോയം. നെക്സ്റ്റ് ABC, എ പ്രേയർ ടു വെർജിൻ. ഇത്രയാണ് ഈ ഒരു കാലഘട്ടത്തിലെ ഈ ഒരു പീരിയഡിലെ അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ്. ഇനി നെക്സ്റ്റ് പീരിയഡാണ് ഇറ്റാലിയൻ പീരിയഡ് 1373 മുതൽ 86 വരെ. ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെ ഇറ്റലിയിലെ യാത്രയ്ക്കിടയിൽ ഡാൻറ്റെ, പെട്രാർക്ക്, ബൊക്കേഷ്യോ തുടങ്ങിയവരെ നേരിൽ കാണാനായി സാധിച്ചു. ഇറ്റാലിയൻ റൈറ്റേഴ്സായി ഇവരുടെ ഇൻഫ്ലുവൻസാണ് ഈ ഒരു പീരിയഡിൽ ചോസറിൻ്റെ വർക്ക്സിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരിൽ ബൊക്കേഷ്യോ ആണ് ഏറ്റവും കൂടുതൽ ചോസറിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ട്രോയിലസ് ആൻഡ് ക്രെസീഡ എന്ന പോയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചീഫ് വർക്ക്. ബൊക്കേഷ്യോയുടെ ഇൽ ഫിലോസ്ട്രാറ്റോ എന്ന വർക്കിൻ്റെ ഇൻഫ്ലുവൻസാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് മേജർ വർക്ക്സാണ് ദ ഹൗസ് ഓഫ് ഫെയിം, ദ ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ, അനലിഡ ആൻഡ് ആർക്കേറ്റ് ആൻഡ് ദ പാർലമെൻറ്റ് ഓഫ് ഫൗട്ട്സ്. ഇത്രയാണ് ഇറ്റാലിയൻ പീരീഡിലെ മേജർ വർക്ക്സ്. നെക്സ്റ്റ് ദ ഇംഗ്ലീഷ് പീരീഡ് 1386 മുതൽ 1400 വരെ. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ ദ കാൻറ്റർബറി ടെയിൽസ് സൃഷ്ടിക്കപ്പെടുന്നത്. നെക്സ്റ്റ് റൈറ്ററാണ് ജോൺ ഗോവർ. 1330-1408. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം.
ചോസറിനെ പോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് അർഹിക്കുന്ന ഒരാളാണ് ജോൺ ഗോവർ. ചോസറിൻ്റെ ഫ്രണ്ടായിരുന്നു ഇദ്ദേഹം. മോറൽ ഗോവർ എന്നാണ് ചോസർ ഇദ്ദേഹത്തിന് നൽകിയ നിക്നെയിം. അപ്പോൾ ഗോവർ 3 വർക്കാണ് കമ്പോസ് ചെയ്തത്. മൂന്ന് ഡിഫറെൻറ്റ് ലാംഗ്വേജസിലായിരുന്നു. ഒന്ന് സ്പെക്കുലം മെഡിറ്റാൻഡസ്, 2 വോക്സ് ക്ലമാൻഡസ്, 3 കൺഫെസിയോ അമാൻഡസ്. അപ്പോൾ ഒന്നാമത്തെ സ്പെക്കുലം മെഡിറ്റാൻഡസ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്രഞ്ച് വർക്കാണ്, റിട്ടൺ ഇൻ ഫ്രഞ്ച്. അതിൽ കാണിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ഇമ്മൊറാലിറ്റി, അതാണ് സ്പെക്കുലം മെഡിറ്റാൻഡസ് എന്ന ഈ വർക്കിൽ അദ്ദേഹം കാണിക്കുന്നത്. സെക്കൻഡ് വോക്സ് ക്ലമാൻഡസ്, ലാറ്റിനാണ്. വാറ്റ് ടൈലേഴ്സ് റിബല്യൻ, അതുപോലെ പൊളിറ്റിക്സ്, കിങ്ഷിപ്പ്, ഇഷ്യൂസ് ഓഫ് ചർച്ച്, ഇതെല്ലാമായിരുന്നു ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് കൺഫെസിയോ അമാൻഡസ്, അത് ഇംഗ്ലീഷ് വർക്കാണ്. ദ ലവേഴ്സ് കൺഫെഷൻ എന്നും അറിയപ്പെടുന്നു. പ്രീസ്റ്റ് ഓഫ് വീനസിനോട് ഒരു ലവർ നടത്തുന്ന തൻ്റെ കൺഫെഷനാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് വില്യം ലാംഗ്ലാൻഡ്, 1332 മുതൽ 1400 വരെയാണ് ജീവിത കാലഘട്ടം. അപ്പോൾ ഒരു സാധാരണ ഷെപ്പേർഡായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫ്. ദ വിഷൻ കൺസേണിങ് പയസ് ദ പ്ലോമൻ ആണ് ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്. അപ്പം കറപ്ഷൻ ഓഫ് ക്ലർജി, സ്ട്രഗിൾസ് ആൻഡ് വേർച്യൂസ് ഓഫ് കോമൺ മെൻ, ഇതെല്ലാമായിരുന്നു ഈ ഒരു വർക്കിൽ അദ്ദേഹം ഫോക്കസ് ചെയ്തത്. അതുപോലെ തന്നെ ദ റിച്ചാർഡ് ദ റെഡ്ലെസ് എന്നൊരു വർക്ക് കൂടി ഇദ്ദേഹത്തിൻ്റേതാണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഓതർഷിപ്പ് ഇപ്പോഴും ക്ലിയർ അല്ല, ഇദ്ദേഹത്തിൻ്റെ ആണെന്നാണ് പറയപ്പെടുന്നത്. അതൊരു അൺഫിനിഷ്ഡ് വർക്കാണ്. നെക്സ്റ്റ് ജോൺ ബാർബർ. അപ്പോൾ ലിറ്റററി ഫീച്ചേഴ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്കോട്ടിഷ് ലിറ്ററേച്ചറിൻ്റെ കാര്യം. അപ്പോൾ ജോൺ ബാർബർ സ്കോട്ടിഷ് പോയറ്റാണ്. നാഷണൽ പോയറ്റ് ഓഫ് സ്കോട്ട്ലൻഡ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ബ്രൂസ് ആണ് ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്. നെക്സ്റ്റ് നമുക്ക് പ്രോസ് റൈറ്റേഴ്സ് നോക്കാം. ഒന്നാമത്തെ സർ ജോൺ മാൻഡുവിൽ, 1356 പബ്ലിഷ് ചെയ്ത വോയേജ് ആൻഡ് ട്രാവൽ ഓഫ് സർ ജോൺ മാൻഡുവിലാണ് ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്. ഫോറിൻ ട്രേഡ് ആരംഭിച്ചതോടുകൂടി കോമൺ പീപ്പിൾ ഓൾസോ ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു ട്രെൻഡിനെ ബേസ് ചെയ്തിട്ട് ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ് വോയേജ് ആൻഡ് ട്രാവൽ ഓഫ് സർ ജോൺ മാൻഡുവിൽ. നെക്സ്റ്റ് ജോൺ വൈക്ലിഫ്, ഇംഗ്ലീഷ് തിയോളജിയൻ, ഫിലോസഫർ, ചർച്ച് റിഫോമർ എന്നീ നിലകളിൽ എല്ലാം ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ആദ്യമായി ബൈബിൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ലൊല്ലാഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. 1382 ഇദ്ദേഹം ബൈബിൾ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ചെയ്തു. ചേർച്ചിൻ്റെ കറപ്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ചേർച്ചിൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഒരു റിഫോർമേഷൻ കൊണ്ടുവരണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ എയിം. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ അനുയായികളും ചേർന്ന് നടത്തിയ മൂവ്മെൻറ്റാണ് ലൊല്ലാഡ്സ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്കാണ്. താങ്ക്സ് ഫോർ ലിസണിങ്.